അല്ല ആൾമാറാട്ടക്കാരി, കാപ്പി ഇന്നെങ്ങാനും ഉണ്ടാക്കിക്കൊണ്ട് വരൂ. ആ ഇപ്പൊ കൊണ്ടുവരാം. സിദ്ധാർത്ഥനോട് കോഫി വേണമെന്ന് ചോദിക്കായിരുന്നു. നിനക്ക് വേണോ? എന്റെ കോഫിയും കൂടെ ചേർത്ത് ആ ഹിറ്റ്ലറിനെ കൊണ്ടു കൊടുക്ക്. കുടിച്ച് സന്തോഷമായിട്ടിരിക്കട്ടെ. ഉറക്കം തൂങ്ങി എന്തെങ്കിലും പറഞ്ഞോടാ. അത് ഒന്നുമില്ല മുത്തശ്ശ. മുത്തശ്ശനിടുന്ന കോഫിയിലെ ഷുഗർ കുറച്ച് കൂടുതൽ ഇട്ടോളാൻ പറഞ്ഞതാ. നല്ല ആളുകളാ രണ്ടുപേരും. രാമ രാമ, എന്നോട് ക്ഷമിക്കണേ. കാപ്പി. മുത്തശ്ശ, എനിക്കല്ല, മുത്തശ്ശനോട് കൊടുക്ക്. മുത്തശ്ശ, കോഫി. അവന് നല്ല തണുത്ത ഒരു ജ്യൂസ് കൊടുത്തിട്ട് നീ അടുക്കളയിലോട്ട് ചെല്ല്. എടാ ഉറക്കം തൂങ്ങി. ആ ജ്യൂസ് കുടിച്ചിട്ട് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞില്ലേ, നീ റൂമിലോട്ട് ചെല്ല്. ശരി, കുടിച്ചോ. പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യ് തേച്ച് വിട്ട് ഇതിനെ അതിലിട്ട് 3 മിനിറ്റ് കഴിഞ്ഞ് കത്തി കൊണ്ട് അതിനെ മുറിച്ചെടുത്താൽ നല്ല രുചിയുള്ള തേങ്ങാമുട്ടായി റെഡി. കൊള്ളാം, നിങ്ങള് എന്നെപ്പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ കാണുന്നുണ്ടല്ലോ. വളരെ നന്ദിയുണ്ട് തുളസി. പക്ഷേ ഈ തേങ്ങാ മിഠായി ഞാനും ചെയ്തിട്ടുണ്ട്, എന്നാൽ ഈ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഒരു കാര്യം മറന്നുപോയി. അവസാനം ഒരു നുള്ളി ഏലക്കപ്പൊടിയും കൂടെ ചേർക്കും. കണ്ടില്ലേ, അതുകൊണ്ടാ ഇത്രയും നല്ല രുചി കിട്ടിയത്. അത് അമ്മാവൻ നിവേദ്യത്തിന് വെക്കുമല്ലോ, അതുകൊണ്ടാ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കുന്നത്. ആ ഏലക്കാപ്പൊടി ഇട്ടതുകൊണ്ടാ ഇതിന് ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായത്. എന്റെ സ്റ്റാഫുകൾ കൂടി കഴിച്ചിരുന്നെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാവും. ഇരിക്കൂ, ഞാനിപ്പോ വരാം. അദ്ദേഹം തിരിച്ചു തന്നതിന് ശേഷം ഞാനിവിടെ വയ്ക്കുന്നത് ശരിയല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കാശ് തിരിച്ചു കൊടുക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. സാനന്ദേ, ദേ ഇത് നോക്കി. ഇതുപോലൊരു സ്വീറ്റ് നിന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. ജയ, രാഘവ, ദേ നോക്ക്. നമ്മുടെ സാർ ഇത്ര സന്തോഷമായി കണ്ടിട്ട് ഒരുപാട് നാളായി. സാറിന്റെ മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും സാറ് ചിരിക്കും. പക്ഷെ ഇന്ന് സങ്കടം എല്ലാം മറന്ന് മനസ്സ് തുറന്ന് സാറ് ചിരിക്കുന്ന പോലെ തോന്നുന്നു. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിതിവിടെ വയ്ക്കുക. എന്നോട് ക്ഷമിക്കണം. ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ക്ഷമിക്കണം മാധവൻ, ഞാൻ ഇവിടെ തന്നെ നിന്നാ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും ഈ ക്യാമറ എന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും. അതുകൊണ്ടാ ഞാൻ പറയാതെ പോകുന്നത്. നിങ്ങളുടെ തേങ്ങാ മിഠായിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ഫാൻസായി. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ഞാനിത് വെച്ചിട്ട് പോവുക. ഇത് നിങ്ങൾക്കുള്ളതാ.
സാർ അവര് തിരക്ക് പിടിച്ച് പുറത്തേക്ക് പോയി സാർ. വിളിക്കാൻ ചെന്നപ്പോ അതിനു മുന്നേ അവർ ഓട്ടോയിൽ കയറി പോയി. അവൾ ഓക്കെ സാർ? യെസ് ആനന്ദേ, മോർ ദാൻ ഓക്കെ. പൂർണിമേ, ആ പത്നിമേ, എത്ര പ്രാവശ്യം പറഞ്ഞാലും വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നു. മോളെ കാണാൻ ഇവിടത്തെ കൊച്ചമ്മയെ പോലെ തന്നെ ഉണ്ട്. ആരുടെയും കണ്ണ് മോൾക്ക് പെടാതിരിക്കട്ടെ. താങ്ക്സ് പത്മിനിയമ്മേ. അച്ഛൻ വന്നോ? ഏട്ടൻ റെഡിയായോ? മോളൊന്നോർത്തും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും അതിന്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. മോക്ക് വിശക്കുന്നോ എന്തോ? കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ട പത്മിനിയമ്മേ, വിശപ്പില്ല. ഏട്ടൻ ഇത് എവിടെ പോയി? ആ, അമ്മേ. എന്താ മോളെ, എന്ത് പറ്റി? വയറ് വേദനിക്കുന്നു അമ്മേ. ഇവിടെയാണോ? അല്ല, ഇവിടെ. ഇവിടെയോ? അത് 5 തികഞ്ഞ് 6ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയല്ലേ. അപ്പോ അതിൻ്റെതായ ചില മാറ്റങ്ങളൊക്കെ കാണും. ചെറിയ ചൂടിൽ പാല് കൊണ്ടുതരാം, എല്ലാം ശരിയാകും. ഞാൻ തേങ്ങാമിഠായി ഇത്ര നന്നായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്നാ മനസ്സിലായത്. അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നോ? അമ്മേ, അമ്മ ഒറ്റയ്ക്ക് വന്നോ? മാധവൻ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ ചെയ്യാ, ഞാൻ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞതല്ലേ അമ്മയോട്? സാരയില്ല പൊന്നോ, വരുന്ന വഴിക്ക് ഒരു ഓട്ടോ കിട്ടി. നിന്നെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി ഞാൻ ഓട്ടോയിലേക്ക് വന്നു. അമ്മയുടെ ഒരു കാര്യം. ആ പറയമ്മേ, മാധവ സാർ അമ്മയോട് എന്തു പറഞ്ഞു? അയ്യോ പൊന്നോ, എനിക്കുണ്ടല്ലോ. തുളസി, ആ അമ്മാവാ, പിന്നെ പറയാമേ. ആ അമ്മാവാ, ഇതാ ചെക്ക്. അദ്ദേഹം വാങ്ങിയില്ല, അപ്പൊ ഞാൻ ക്യാമറ കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ അവനത് വാങ്ങില്ലെന്ന്. അമ്മേ, മുത്തശ്ശൻ എപ്പോഴാ പറഞ്ഞു അങ്ങനെ? മിണ്ടാതിരിക്കെ. പുറത്തുപോയ മഹാലക്ഷ്മി മടങ്ങി വന്നിരിക്കുന്നു. എന്നാൽ ഒരു ചെരുപ്പ് കള്ളം കാരണം ഒരു ചെക്ക് ലീഫ് വേസ്റ്റ് ആയി പോയി. എന്തിനാ മുത്തശ്ശ അദ്ദേഹത്തെ ചെരുപ്പുകൾ എന്ന് വിളിക്കുന്നേ? അദ്ദേഹം നല്ല മനുഷ്യനാ. അതെ അതെ, ഉള്ളം കൈയിലെ പുണ്ണ് കാണാൻ കണ്ണാടി വേണോ? മുഖലക്ഷണം നോക്കി ആര് എങ്ങനെയുള്ളവനാണെന്ന് പറയുന്നവനായി ഇതെത്തൻ. അങ്ങനെയല്ല മുത്തശ്ശ, അദ്ദേഹം ഉണ്ടല്ലോ. നീ ഒന്നും പറയണ്ട, അവൻ എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ചെരുപ്പ് മോട്ടിച്ചോണ്ട് വന്ന് നോക്കിയവനാ. ആ അമ്മാവാ, ഞാൻ കോഫി എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, നിന്റെ ആൾമാറാട്ടക്കാരി മരുമകള് കാപ്പിന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടു തന്നു, അത് കുടിച്ചു. ഇപ്പോ നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആൾമാറാട്ടം, ഉറക്കം തൂങ്ങി വിളിക്ക്. സിദ്ധാർത്ഥ്, മുത്തശ്ശി വിളിക്കുന്നു. ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. ദാ വരുന്നു. എന്താ മുത്തശ്ശ, എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ആ, നാട് കത്തിയെരിയുന്ന സമയത്ത് ഒരു രാജാവ് വീണ വായിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാ നിന്റെ കാര്യവും. എന്തു പറ്റി അമ്മാവാ? കണ്ടകശനി വന്നിരിക്കുന്ന വീട്ടില്. ആ, നമ്മൾ ഇപ്പൊ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചില്ലെങ്കിൽ കണ്ടകശനി നിശ്ചയമായിട്ടും വരും. അയ്യോ ദൈവമേ, അമ്മാവൻ എന്തായി പറയുന്നേ? ഇന്ന് ആ ജോത്സ്യര് പരിഹാരത്തെ കുറിച്ച് സംസാരിച്ചു. അതൊക്കെ പോട്ടെ, അതൊന്നും നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിലെ മുതിർന്ന ആളെന്ന നിലയിൽ ഞാൻ തന്നെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. നമ്മളെല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വന്നാൽ മാത്രമേ കണ്ടകശനി ഒഴിഞ്ഞു പോവുകയുള്ളൂ. ശരി, ഈ യാത്രയ്ക്ക് പോകാനായിട്ട് എല്ലാരും തയ്യാറായിക്കോ? തയ്യാറായിക്കോന്ന് പറഞ്ഞാ അതിന് നമ്മൾ എപ്പോഴാ പോകുന്നത്? ഇന്ന് തീരുമാനമെടുത്ത് അടുത്ത വർഷം പോകാൻ വേണ്ടി. ഞാൻ നിന്നെ പോലെ അല്ല.
വീട്ടിൽ ഇതുപോലൊരു കാര്യം വരുമ്പോ ബാക്കി എല്ലാം ഡ്രോപ്പ് ചെയ്യും, അത് നടപ്പിലാക്കുകയും ചെയ്യും. ഉടൻ തന്നെ പുറപ്പെടണം. വലിയ വണ്ടി തന്നെ ബുക്ക് ചെയ്യണം. മുത്തശ്ശൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോജക്റ്റാ. എനിക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ല. ഓഫീസായാലും ജോലിയായാലും ഞാൻ കാലത്തെ മുതൽ കണ്ടോണ്ടിരിക്കുന്നതല്ലേ ഭാര്യയുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്നത്. ഇതല്ലാതെ നീ വേറെ എന്ത് ജോലിയാടാ ചെയ്തേ? മുത്തശ്ശനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. വേണമെങ്കിൽ അമ്മയും മുത്തശ്ശൻ കൂടെ പോയിട്ട് വാ. കൊള്ളാലോ, കണ്ടകശിനെ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ തനിയെ പോകാനോ? ഈ ദത്തൻ ഒരു തവണ പറഞ്ഞാൽ പറഞ്ഞതാ. ഇന്ന് തന്നെ നമ്മൾ പുറപ്പെടുന്നു, അത്ര തന്നെ. അല്ല മുത്തശ്ശൻ, ഞാൻ പറഞ്ഞു. നവദമ്പതികളാണ് നിങ്ങൾ. നിങ്ങളും വന്നേ തീരൂ. നിങ്ങളോ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു തീരുമാനമെടുത്തത്. അതിന് തടസ്സം നിൽക്കുകയാണല്ലേ? അങ്ങനെയൊന്നും അല്ല മുത്തശ്ശ, ഞാൻ പോകണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്റെ ഓഫീസ്... മതി മതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 7 സീറ്റുള്ള ഏതെങ്കിലും പെട്രോൾ വാഹനം ബുക്ക് ചെയ്താൽ മതി. ഡീസലിന്റെ മണം എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടിയുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി മടങ്ങി ഇവിടെ എത്തുന്നത് വരെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിയാൻ പാടില്ല. മനസ്സിലായല്ലോ? രാമചേട്ടാ, ഈ സീറ്റ്സ് കൊണ്ടുപോയി അകത്ത് വെച്ചേക്ക്. സാർ, സൂപ്പർ ആയിട്ടുണ്ട് സാർ. എല്ലാം ശർമ്മളയുടെ പ്ലാനാ. അടിപൊളിയായിട്ടുണ്ട് സാറേ. അതെ സാനന്ദേ. ആ, നീ പോയി പെട്ടെന്ന് റെഡിയായിട്ട് കഫേയിലെ സ്റ്റാഫിനെ എല്ലാം കൂട്ടിക്കൊണ്ടുവരൂ. കൃത്യസമയത്ത് എത്തിക്കോണം. ആ പിന്നെ വീട്ടിലൊന്ന് ക്ഷണിച്ചില്ലെന്ന് കരുതി വിഷമിക്കാൻ പാടില്ല. എന്താ സാറേ ഇങ്ങനെ പറയുന്നേ? സാറ് ഞങ്ങളെ സ്വന്തം കുടുംബക്കാരെ പോലെയല്ലേ കാണുന്നേ? സാറ് വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും വരും. ചേട്ടാ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നത്. അത് എന്ത് സ്വീറ്റ്സാ വാങ്ങിക്കൊണ്ട് വന്നേ? സാറ് സ്വീറ്റ് വാങ്ങിയെന്നോ? സാർ എല്ലാവർക്കും വേണ്ടി തേങ്ങാ മിഠായി ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങാ മിഠായിയോ? അത് വളരെ സിമ്പിൾ ആയിപ്പോയല്ലോ ഏട്ടാ. പൂർണിമയ്ക്ക് സിമ്പിളായിട്ടുള്ളതല്ലേ ഇഷ്ടപ്പെടുക. അത് മാത്രമല്ല, ഇത് നല്ല രുചിയുള്ള തേങ്ങാമിഠായിയാ. എനിക്ക് പരിചയമുള്ള ഒരാൾ പറഞ്ഞു തന്നതാ. നീ കഴിച്ചു നോക്ക് ശർമ്മളെ. വായിലിട്ടാൽ അതങ്ങ് അലിഞ്ഞു പോകും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നോക്കിക്കോ. അങ്ങനെയാണോ ഏട്ടാ? എങ്കിലും ശരി. ചേട്ടൻ പോയി റെഡിയാവ്. ഇപ്പൊ പൂജ തുടങ്ങാൻ നേരമായി. ആ ശരി, വേഗം പോയിട്ട് വാ. ശരി സാർ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ മാഡം. ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് വയറ് കാണൽ ചടങ്ങ് നടത്തുമ്പോ അതിലൊരു ലോ ലെവൽ സ്വീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനെ അയാൾക്ക് പ്രസ്റ്റീജ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞാലല്ലേ. എന്താ ബോസ് ഇത്? ഒരല്പം പോലും മുത്തശ്ശൻ മനസ്സിലാക്കുന്നില്ലല്ലോ. അല്ല, നമുക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് എന്തുകൊണ്ട് ഇവര് മനസ്സിലാക്കാത്തത്? എപ്പോ നോക്കിയാലും മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന എല്ലാം മുത്തശ്ശനാ. കൂൾ സിദ്ധാർത്ഥ്. എങ്ങനെ കൂളായിരിക്കാൻ പറ്റും ബോസ്? എന്നെ വിശ്വസന ആദ്യ സാർ ഈ പ്രോജക്റ്റ് തന്നെ തന്നിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ ലീവ് എടുത്ത് കറങ്ങി നടന്ന അദ്ദേഹം എന്ത് വിചാരിക്കും? അദ്ദേഹം നല്ല വ്യക്തിയാണെന്നല്ലേ പറഞ്ഞത്. എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി ആണെന്ന് പറഞ്ഞ് 2 ദിവസം ലീവ് എടുക്ക്. ഇത് വെറും ജോലിക്കാരെ മാത്രമല്ല ബോസ്. നീയും എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കാത്ത? നമ്മുടെ ഹണിമൂൺ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അടുത്ത ആഴ്ച നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ജോലി ഞാനിപ്പോ തീർത്തേ പറ്റൂ. ഞാൻ ഈ ജോലി തീർക്കാതെ ഇപ്പൊ ലീവ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്ക് അങ്ങോട്ടേ പോകാനും പറ്റില്ല, ഈ ജോലിയും തീരത്തില്ല. അതുമാത്രമല്ല, മാസത്തിൽ 2 തവണ വെക്കേഷൻ ട്രിപ്പ് പോകാനുള്ള സമ്പാദ്യമൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ബോസ്. എല്ലാം പ്ലാൻ ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. എല്ലാ തവണ ഇങ്ങനെയാണ് ബോസ്. മുത്തശ്ശൻ ഓരോന്നിങ്ങനെ പറയും, അമ്മ അതിന് തലയാട്ടുകയും ചെയ്യും. അത് പോട്ടെ സിദ്ധാർത്ഥ്, നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നത്. വരാൻ കഴിയില്ലെന്ന് എങ്ങനെയാ പറയാ? പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ കേൾക്കോ? അത് തന്നെയാ ഞാനും പറയുന്നേ. ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ അതിലെന്ത് പോസിറ്റീവ് ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ദേ നോക്ക്, ലാസ്റ്റ് ടൈം ഇവിടെ ഫാമിലി എല്ലാവരും ഒന്നിച്ച് ഔട്ടിങ്ങിന് പോയത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? ഞാൻ 6ലോ 7ലോ പഠിക്കുന്ന സമയത്ത് ബേക്കൽ കോട്ടയിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു.
അതിനുശേഷം വേറെ ഒരിടത്തും പോയിട്ടില്ല. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോവാൻ ഇത് നല്ലൊരു അവസരമാണെന്ന് കരുതിയാ മതിയല്ലോ. എന്താ ബോസേ ഇത്? അതല്ലേ ഞാൻ പറഞ്ഞത്. പോയേ പറ്റുള്ളൂ, മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിൽ ആ ട്രിപ്പ് എൻജോയ് ചെയ്യല്ലേ വേണ്ടത്. ഹണിമൂണിനെ പറ്റി നീ ഇപ്പൊ ഒന്നും ചിന്തിക്കണ്ട. നിനക്ക് അടുത്ത ആഴ്ച ലീവ് കിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനടുത്ത മാസം പ്ലാൻ ചെയ്താൽ മതിയല്ലോ. ഓ, ഈ കൊരങ്ങന്റെ മുഖത്തിന് ഈ ദേഷ്യം സ്യൂട്ട് ആവില്ല. നോക്കട്ടെ, ചിരിച്ചേ. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ബോയ്. ശരി, നീ ജോലി നോക്ക്. ഞാൻ പോയി ലഗേജ് പാക്ക് ചെയ്യാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യട്ടെ. ആ പൊന്നു, എന്തായി? ശരിക്കും സമ്മതിച്ചോ? അതെ അമ്മേ. അമ്പലത്തിൽ പോകാനായിട്ട് നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മാവൻ ഇതിനെ കുറിച്ചൊന്നും അന്വേഷിക്കില്ല. പെട്ടെന്ന് അമ്മാവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിനക്കൊന്നും തോന്നിയില്ലല്ലോ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. നമ്മളൊക്കെ ഒരുമിച്ച് പോവാന്ന് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷ. ഇപ്പൊ അമ്മ എന്നെ കുറിച്ച് ആലോചിക്കുന്നത് വിട്ടിട്ട് വേഗം റെഡി ആവാൻ നോക്ക്. ഞാൻ പോയി ഞങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യട്ടെ. അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ മതി. അമ്മേ, സിദ്ധാർത്ഥന്റെ മുത്തച്ഛന്റെ സംസാരത്തിനിടയ്ക്ക് ഞാൻ ചോദിക്കാൻ വന്നതേ മറന്നുപോയി. മാധവ സാറിനെ കണ്ട വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയോട് നല്ലോണം സംസാരിച്ചോ? അയ്യോ പൊന്നു, നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് അവരിൽ നിന്ന് നമ്മൾ കുറച്ച് അകന്നേ നിൽക്കുള്ളൂ. അങ്ങനെയുള്ളവരിൽ നിന്നും എപ്പോഴും ചതിയേ കിട്ടുള്ളൂ. പക്ഷെ മാധവൻ സാറിന്റെ കാര്യത്തിൽ ഇതൊന്നും സത്യമല്ലാതാവുക പൊന്നു. ഇത്രയും വലിയ മനുഷ്യൻ യാതൊരുവിധ അഹങ്കാരവും ഇല്ലാതെ എന്ത് നന്നായിട്ടാ സംസാരിക്കുന്നതെന്നറിയോ? എന്റെ അടുത്ത് റെസിപ്പി വരെ ചോദിച്ചു. എന്നിട്ട് ഞാനോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എന്നാലും അദ്ദേഹം എന്ത് ക്ഷമയോടെ കേട്ടു എന്നറിയോ? പൊന്നോ, അദ്ദേഹം ടി വിയിൽ എങ്ങനെ സംസാരിക്കുന്നോ അങ്ങനെ തന്നെയാ നേരിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ 2 തവണ കണ്ടപ്പോഴും മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം, ഭയങ്കര സന്തോഷം. പക്ഷെ പൊന്നു, അദ്ദേഹത്തിന് താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഞാൻ ക്യാമറ അവിടെ തന്നെ വെച്ചിട്ട് വന്നു. അദ്ദേഹം വിഷമിക്കാതിരുന്നാൽ അത് മതിയായിരുന്നു. എന്താ ഏട്ടാ ഇത്? ഇതുവരെ റെഡി ആയില്ലേ? പൂർണിമ, ഇത് തന്നെ ഉടുക്കണമെന്നുണ്ടോ? ഇതിപ്പോ മുണ്ടാണല്ലോ തന്നേക്കുന്നേ. നമുക്ക് ഏതെങ്കിലും ഫോർമൽ ഡ്രസ്സ് സെലക്ട് ചെയ്താൽ പോരെ? ഇതെന്താ ഓഫീസിലെ ഫംഗ്ഷൻ ആണോ ഫോർമൽ ഡ്രസ് ഇടാനായിട്ട്? വീട്ടിലൊരു ശുഭകാര്യം നടക്കുന്ന സമയത്ത് പഞ്ചകച്ച ഉടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഏട്ടാ. അതുമാത്രമല്ല, ഞാനും എന്റെ കുഞ്ഞും ഇത്ര നന്നായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോ ഏട്ടൻ ഈ പഞ്ചകച്ച ഉടുക്കുന്നത് വലിയ കഷ്ടമായി തോന്നുന്നോ? എനിത്തിങ് ഫോർ യു. പക്ഷെ അതിനെനിക്കിത് ഉടുക്കാൻ അറിയണ്ടേ പൂർണ്ണേ? അത് പറയണ്ടേ എന്നോട്? നിക്ക്, ഞാൻ രാമേട്ടനെ വിളിക്കാം. രാമേട്ടാ, രാമേട്ടാ. മാഡം, എന്തിനാ വിളിച്ചത്? എന്തു പറ്റി? അത് ഏട്ടനെ ഈ മുണ്ടൊന്ന് ഉടുപ്പിച്ചു കൊടുക്കണം. രാമേട്ടൻ അറിയാലോ അല്ലേ? അയ്യോ, മുണ്ടുടുപ്പിക്കാൻ അറിയാത്തെന്താ? എനിക്ക് നന്നായി അറിയാം. അയ്യോ, ഇത് പഞ്ചകച്ചയാണല്ലോ, ഇത് ഉടുപ്പിക്കാൻ അറിയില്ല. എന്റെ പൂർണിമ, നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കുമായിരുന്നല്ലോ. ലേറ്റ് ആവുകയും ചെയ്യുന്നു, ഉടുക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ടെൻഷൻ ആകാതെ ഏട്ടാ. ഇന്ന് ഏട്ടൻ പഞ്ചകച്ച ഉടുത്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാം. അയ്യോ, സാരി ഉടുക്കുന്നത് കഷ്ടം എന്നാ വിചാരിച്ചേ. ഇതിപ്പോ അതിനേക്കാൾ കഷ്ടമാണല്ലോ ഏട്ടാ. പൂർണിമ, വാ പത്മിനി അമ്മേ.
എന്റെ മോള് റെഡിയായോ?